പ്രഭാതമനിയിലേക്ക് സ്വാഗതം. ഈ പുതിയ ദിവസം പകലിൽ സർവകൃപാലുവായ ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ സമയത്ത് ദൈവവചന ചിന്തയ്ക്ക് ആധാരമായ വിശുദ്ധ വേദപുസ്തകം റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം നാം ഇങ്ങനെ കാണുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട്. ഒരു വ്യത്യാസവുമില്ല, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് വിശുദ്ധ ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തിരി വചനം അങ്ങനെ പറയുവാൻ കാരണം ആദാമിലൂടെ ആദാമിന്റെ സന്തതികൾ മുഴുവനും ആദാം പാപം ചെയ്ത് തുടർമാനമായിരിക്കുന്ന സകല വംശ പാരമ്പര്യങ്ങളും പാപത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ഒരു വൃക്ഷം അതിന്റെ വേര് ആദാമാണെങ്കിൽ അതിന്റെ ജനറേഷൻ, മറ്റുള്ള സമൂഹങ്ങൾ, മറ്റുള്ള മനുഷ്യരെല്ലാം ആദാമിന്റെ മക്കളാണ്. അപ്പൊ ആ വൃക്ഷത്തിന്റെ ചില്ലകളും കൊമ്പുകളും എല്ലാം ആദാമിൽ നിന്ന് ഉടലെടുത്തതായിരിക്കുന്ന, വേരിൽ നിന്ന് വളർന്നു വന്നതായിരിക്കുന്ന മറ്റു മനുഷ്യരാണ്. ആ വേര് വലിച്ചെടുക്കുന്നതാണ് അത് പുറത്തുവിടുന്നത്. ആദാമിൽ നിന്ന് പാപം തലമുറകളിലേക്ക് പകരപ്പെട്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന നല്ല വേര് രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കി. ആ ക്രിസ്തുവാകുന്ന വേരിലൂടെ വലിച്ചെടുക്കുന്നതാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവമക്കൾ പുറത്തേക്ക് ഫലം കൊടുക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൽ അനേകം നീതിമാന്മാരായി തീരുകയാണ്. അനേകം ആദാമിലൂടെ പാപികളായി തീരുമ്പോൾ ക്രിസ്തുവിലൂടെ അനേകം നീതിമാന്മാരായി തീരുകയാണ്. ക്രിസ്തു യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ ദൈവം നീതീകരിക്കുന്നു. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന നീതീകരണം ആവശ്യമാണെന്ന് ഒരുവിന് ബോധ്യപ്പെട്ടാൽ അത് സൗജന്യമാണ്, രക്ഷ സൗജന്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർപ്പാൻ യേശു കർത്താവ് വാനമേഘത്തിൽ വരാൻ വേഗത്തിൽ സമയമാണ്. കർത്താവിന്റെ വരവിനായി ഒരുക്കത്തോടുകൂടെ പരിശുദ്ധാത്മാവ് നമ്മെ നിർത്തിയിരിക്കുന്നവന്റെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഈ പുതിയ ദിവസം അനുഗ്രഹമായി തീരട്ടെ. യേശു നമ്മുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.